ഇപ്പോൾ കേരളത്തിൽ ഒരു വ്യക്തിയുടെ മോചനത്തിന് വേണ്ടിയുള്ള വ്യാപകമായ പിരിവുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ദിയയായി അഥവാ ബ്ലഡ് മണിയായി കൊണ്ടുള്ള സംഖ്യ പിരിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ നാട് മൊത്തം അതിൽ പങ്കു ചേർന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, നല്ല കാര്യമാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ഒരു കേസിൻ്റെ പൂർണ്ണമായ രൂപം മനസ്സിലാക്കാതെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വധശിക്ഷ ലഭിച്ചത് എന്ന് ശരിക്കും മനസ്സിലാക്കാതെ ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമങ്ങളെ പരിഹസിക്കുകയും ഇസ്ലാമിക കോടതികളെ പുച്ഛാക്കുകയും ഇസ്ലാമിക രാഷ്ട്രങ്ങളെ തന്നെ കൊച്ചാക്കി കാണിക്കുകയും ഒക്കെ ചെയ്യാൻ പരിശ്രമിക്കുന്ന, ഒരുപക്ഷെ വിവരമില്ലാത്തത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ മനഃപൂർവ്വമായിരിക്കാം. രണ്ടും അബദ്ധമാണ്, രണ്ടും തെറ്റാണ്. ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമങ്ങൾ മനുഷ്യരെ സംരക്ഷിക്കാനുള്ളതാണ്, മനുഷ്യരെ കൊല്ലാനുള്ളതല്ല. ഇസ്ലാം ഒരു മനുഷ്യനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത് പോലും മറ്റുള്ള മനുഷ്യന്മാരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഇസ്ലാമിൽ കൊലപാതകങ്ങൾ 3 തരമാണ്. ഒന്ന് അമദായിട്ടുള്ള, മനഃപൂർവ്വമായിട്ടുള്ള കൊലപാതകം. ആ മനഃപൂർവ്വമായിട്ടുള്ള കൊലപാതകം, അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് ആ മനുഷ്യനെ കൊന്നുകളയുക. അതല്ലെങ്കിൽ ആ കൊല്ലപ്പെട്ടവൻ്റെ ഏറ്റവും അടുത്ത അഖരിബായിട്ടുള്ള ഏറ്റവും അടുത്ത ആളുകൾ, വലിയകൾ ആ മനുഷ്യനെ സംബന്ധിച്ച് മാപ്പ് കൊടുക്കുക, അതല്ലെങ്കിൽ ബ്ലഡ് മണി കൊടുത്തുകൊണ്ട് അവൻ്റെ ജീവൻ സംരക്ഷിക്കുക. ഇതാണ് ഇസ്ലാമിക ശരീഅത്തിലുള്ള 3 ഓപ്ഷൻസ്. ഇനി അതിൽ രണ്ടാമത്തെ ഒരു കൊലപാതകം ശിബ്ഹുൽ അംദാണ്. എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമല്ല, പക്ഷെ മനഃപൂർവ്വത്തോട് സാദൃശ്യമുണ്ട്. മനഃപൂർവ്വം കൊല്ല എന്ന് പറഞ്ഞാൽ ഒരാളെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ആയുധം ഉപയോഗിച്ചുകൊണ്ടോ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ കൊല്ല. ശിബ്ഹുൽ അഹ്മദ് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമല്ല, പക്ഷേ അയാളുടെ കയ്യബദ്ധം സംഭവിച്ചുകൊണ്ട് അയാൾക്ക് അബദ്ധത്തിൽ ഏതെങ്കിലും ഒരാൾ ഒരു പക്ഷിക്ക് വെടിവെച്ചു, പക്ഷെ അതൊരു മനുഷ്യന് കൊണ്ടത് ആ മനുഷ്യൻ മരിച്ചുപോയി. അതല്ലെങ്കിൽ ചെറുതായിക്കൊണ്ട് എന്തെങ്കിലും ഒരു കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടി ഇല്ലാതെ ചെറുതായിട്ടൊന്ന് അടിച്ചു, പക്ഷെ ആ അടിമർമ്മത്തിൽ കൊണ്ട് അയാൾ മരണപ്പെട്ടുപോയി. ഇതൊക്കെയാണ് മനഃപൂർവ്വമല്ലാത്ത കൊല. മനഃപൂർവ്വമല്ലാത്ത കൊലക്കൊരിക്കലും ഇസ്ലാമിക ശരീഅത്തിൽ കൊലക്കുറ്റം വിധിക്കുകയില്ല. അവിടെ ബ്ലഡ് മണി കൊടുത്തുകൊണ്ട് അയാൾക്ക് രക്ഷപ്പെടാം, അതല്ലെങ്കിൽ അയാളുടെ പിന്നെ ഏറ്റവും അടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മാപ്പ് കൊടുക്കാം. ഇനി ഖത്അനായിട്ടുള്ള അബദ്ധത്തിലുള്ള കൊലപാതകമുണ്ട്, അവിടെയും ഇതുപോലെ തന്നെയാണ് വിധി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ മനഃപൂർവ്വം ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടും മനഃപൂർവ്വം അയാൾ അതിന് ശ്രമിക്കാതിരുന്നാൽ അത് മനഃപൂർവ്വമായ കൊലപാതകത്തിലേക്കാണ് വരിചേർക്കുക. നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിക ശരീഅത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ്റെ ഇസ്ലാമിക കോടതിയിൽ നിന്ന് അയാളുടെ തലവെട്ടാനോ അല്ലെങ്കിൽ വധശിക്ഷക്കോ വിധിച്ചിട്ടുണ്ടെങ്കിൽ 100% അയാൾ അതിന് അർഹരാണ് എന്ന് അവിടുത്തെ മുഴുവൻ കോടതികൾക്കും അവിടുത്തെ പണ്ഡിതന്മാർക്കും ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഇസ്ലാമിക രാജ്യത്ത് ഒരാളെ കൊലക്കുറ്റത്തിന് വിധിക്കുകയുള്ളൂ. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതും കേൾക്കുന്നതും അതിൻ്റെ കേസിൻ്റെ പൂർണ്ണമായ വ്യവസ്ഥകളൊന്നും അറിയാതെ ഇസ്ലാമിക ശരീഅത്തിനെ നമ്മൾ ആരും കൊച്ചാക്കാൻ പാടില്ല. നമ്മൾ ആരും തന്നെ അതിൽ പങ്കാളികളാകാനും പാടില്ല. നേരെ മറിച്ച് ഞാൻ പറഞ്ഞത്, ആ സഹോദരന് സഹായം അർഹിക്കുന്നതാണെങ്കിൽ സഹായിക്കാം. അതിനൊന്നും നമ്മൾ ആരും എതിരില്ല, നമ്മളൊക്കെ സഹായിക്കുകയും വേണം. നേരെ മറിച്ച് ഒരു വ്യക്തിയേക്കാൾ ഇസ്ലാമിൻ്റെ നിയമത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു വ്യക്തി കൊല്ലപ്പെട്ടാൽ പോലും ഇസ്ലാമിക ശരീഅത്ത് അപഹസിക്കപ്പെടരുത്. അതാണ് ഇസ്ലാമിക ശരീഅത്തിൻ്റെ പ്രത്യേകത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു പെണ്ണ് കളവ് നടത്തിയതായിക്കൊണ്ട് പിടിക്കപ്പെട്ടു. അവർ വലിയ ഗോത്രക്കാരിയാണ്. ആ ഗോത്രത്തിന് വലിയ ഷെയിമുണ്ടായി. റസൂൽ പറഞ്ഞു അവിടെ കൈവെട്ടണം. അപ്പം ആ ഗോത്രത്തിൻ്റെ ആളുകൾ വന്ന് മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ വളർത്തുപുത്രനാണ്, റസൂലുള്ളാഹിന്റെ സ്വന്തം മകനെ പോലെ വളർത്തിയ ആളാണ് ഉസാമ. റസൂലുള്ളാഹിക്ക് ഏറ്റവും അടുത്ത ആളാണ് ഉസാമ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഉസാമനെ കൊണ്ടൊന്ന് ശുപാർശ പറയിപ്പിച്ചിട്ട് ഈ കൈ വെട്ടുന്നതിൽ നിന്നൊന്ന് ഇളവ് കിട്ടാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഉസാമനെ പറഞ്ഞയച്ചു. ഉസാമ വന്ന് കാര്യം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ചുവന്ന് തുടുത്തു. റസൂലുള്ളാഹി വേഗം മിമ്പറിലേക്ക് കയറി.
മിമ്പറിലേക്ക് കയറിയിട്ട് പറയാണ്, എന്താണ് ആളുകളുടെ അവസ്ഥ? സമുദായത്തിൽ ഏതെങ്കിലും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ കളവ് നടത്തിയാൽ അവരെ ശിക്ഷയ്ക്ക് വിധേയരാക്കുകയും അവരെ വെറുതെ വിടുകയും, പാവപ്പെട്ടവനായ ആളുകൾ എന്തെങ്കിലും കളവ് മറ്റൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന രീതി മുമ്പുണ്ടായിരുന്നു. അത് തന്നെയാണ് നാശത്തിന് കാരണം എന്നൊരു മുത്ത് റസൂൽ പറഞ്ഞൊരു വാചകമുണ്ട്. ലൗ സറഖത്ത് ഫാത്തിമത്തു ബിന്തു മുഹമ്മദിൻ ലഖത്അതു യദഹ. എൻ്റെ പൊന്നാരമകൾ എൻ്റെ കരളിൻ്റെ കഷ്ടമായ ഫാത്തിമയാണ് കട്ടതെങ്കിൽ പോലും ഞാൻ അവിടെ കൈ മുറിക്കുക തന്നെ ചെയ്യും. കാരണം ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ കയ്യിനേക്കാൾ ഇസ്ലാമിൽ വില ഇസ്ലാമിക ശരീഅത്തിനാണ്. നമ്മൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യന്റെ ജീവനേക്കാൾ ഇസ്ലാമിന്റെ വില ഇസ്ലാമിക ശരീഅത്തിനാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ശരീഅത്ത് ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു അതൊരിക്കലും മനഃപൂർവ്വമല്ലാത്ത കൊലപാതകം ആയിരിക്കൂലെന്ന്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശദമായ കേസുകളെ സംബന്ധിച്ച് അറിയാതെ നമ്മൾ ഒരിക്കലും ഇസ്ലാമിക ശരീഅത്തിനെ കൊച്ചാക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൽ മാത്രം അത് പരിമിതപ്പെടുമായിരുന്നു. പക്ഷേ അദ്ദേഹം മാത്രമല്ല വേറെയും ചില പ്രതികൾ ആ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇതൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിന് കിട്ടുന്ന സഹായം തടുക്കാനല്ല, നേരെ മറിച്ച് അതെല്ലാവരും സഹായിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതേസമയം ഈ വധശിക്ഷ വിധിച്ചത് അത് ഇസ്ലാമിക ശരീഅത്തിന്റെ അബദ്ധമാണ്, അതല്ലെങ്കിൽ ഇസ്ലാമിക കോടതി ചെയ്ത തെറ്റാണ്. സൗദി അറേബ്യ എന്ന രാജ്യം ഇസ്ലാമിക നിയമങ്ങൾ കൊണ്ട് കാടത്തം പഠിപ്പിക്കുകയാണ് എന്നൊരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ നാട്ടുകാരനും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരൊക്കെ ഈ അടുത്ത പ്രദേശത്തുകാരൊക്കെ എന്തിനാണ് അദ്ദേഹമുള്ളത്? അവിടെ പോയി അന്വേഷിച്ചാൽ കാണാം, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ അന്വേഷിച്ചാൽ കാണാം. ആ നാട്ടിൽ അതുമായി കൊണ്ട് കേസുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ നമുക്ക് ചോദിച്ചാൽ ഈ ഇതിൻ്റെ വിശദാംശങ്ങൾ കിട്ടുന്നതാണ്. ഞാൻ പറഞ്ഞത് ഒരു രാജ്യത്തെ നിയമം അത് ഒരു കേസ് പലപ്പോഴും അതിൻ്റെ വിശദാംശങ്ങൾ അറിയാതെ നമ്മൾ ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തിനെ നമ്മൾ കൊച്ചാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ഈമാനിനായിരിക്കും അതിന് കോട്ടം തട്ടുക നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കഴിവിൻ്റെ പരമാവധി ആളുകളെ സഹായിക്കാം. അതിന് ഇസ്ലാമിക ശരീഅത്ത് തെറ്റല്ല. ഒരാൾ മനഃപൂർവ്വം തന്നെ കൊന്നു കൂട്ടിക്കോളി, എന്നാൽ പോലും അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പശ്ചാത്താപമുണ്ടായി, അയാളുടെ മാപ്പ് കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ തയ്യാറായില്ല, അവർ ബ്ലഡ് മണി ആവശ്യപ്പെട്ടു. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബ്ലഡ് മണി കൊടുക്കാം, യാതൊരു ഇസ്ലാമിക ശരീരത്തിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തിന് കിട്ടുന്ന പണത്തെ സംബന്ധിച്ചല്ല. പക്ഷേ ഇത് വെച്ചിട്ട് യുക്തിവാദികളും അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സമൂഹത്തിൽപ്പെട്ട ചില ജാഹിലീങ്ങളും സൗദി അറേബ്യ കൊണ്ട് കാടരാജ്യമാണ്, അവിടുത്തെ ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞ് ഭയങ്കര മോശമാണ്, ഒരു നിരപരാധിയെ വെറുതെ തലവെട്ടാൻ വിധിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിക ശരീഅത്തിന് കുതിര ആര് കയറാൻ വരരുത് എന്ന് മാത്രമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ. നമ്മളതിനെ